യെസ്, അപ്പോൾ പാമ്പ് കടിയേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ 108 എന്നുള്ള നമ്പർ കൂടിയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, ആംബുലൻസ് വരുത്തുക. കാരണം ഓരോ ആശുപത്രിയിലും പോയി അവിടെ ആന്റിവെനം ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങുന്ന ഒരു സമയം ലാഭിക്കാൻ ഇതുവഴി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആന്റിവെനമുള്ള ആശുപത്രികളിലേക്ക് വളരെ പെട്ടെന്ന് ചികിത്സയ്ക്കായി എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് പറയുന്നത്. രജേഷ് നരിക്കുടിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ 2 പേർക്ക് പാമ്പ് കടിയേറ്റു. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിന് പുലർച്ചെയാണ് പാമ്പ് കടിയേറ്റത്. കിടക്കയിൽ പാമ്പിനെ കണ്ട് പരിശോധിച്ചപ്പോഴാണ് കടിയേറ്റത്. തിരിച്ചറിഞ്ഞത് പേരാമ്പ്ര കണ്ണിപ്പൊയിൽ ചിത്രാഞ്ജലിയിൽ ശിവദാസന്റെ മകൾ അഞ്ജലിക്കും കടിയേറ്റു. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിടന്നുറങ്ങിക്കും. അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഒരു 2 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പോൾ കോൾ എടുത്ത സമയത്ത് കാലുമൽ എന്തോ ഒന്ന് ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കി പുതപ്പ് മാറ്റിയപ്പോൾ പാമ്പ്. അപ്പോൾ കാലുകൊണ്ട് കുടഞ്ഞ്, പക്ഷേ ഇത് കൊത്തിയോ കൊത്തിയില്ല ഒരു സംശയമോ. അങ്ങനെ അയൽവാസികളൊക്കെ വന്ന് അങ്ങനെ പാമ്പിനെ ദിവസവും തല്ലിക്കൊന്ന്. പിന്നെ നോക്കിയ സമയത്ത് ഇത് കൊത്തിയാൽ അറിയൂല പറഞ്ഞു. അങ്ങനെ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പ്രിഫർ ചെയ്ത്. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമില്ല. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, അപ്പോൾ ഇന്നലത്തെ കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോൾ 23-ലധികം ആളുകൾ പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയെന്നാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വരുന്നതും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, കോഴിക്കോട് ഇതുവരെ 2 പേർക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. രണ്ടും പുലർച്ചെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മുഹമ്മദ് അൻസാർ എന്ന് പറയുന്ന ആൾക്ക് പാമ്പ് കടി ഏറ്റത്. ഇദ്ദേഹം കോഴിക്കോട് പൂനൂർ സ്വദേശിയാണ്, 22-കാരനാണ്. ഇതിൽ സംഭവിച്ചിട്ടുള്ളത്, ഇദ്ദേഹം രാത്രി 11 മണിയോട് കൂടി കിടന്നുറങ്ങി. 2 മണിയോട് കൂടി അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുമ്പോൾ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എണീക്കുമ്പോഴാണ് കാലിൽ എന്തോ ചുറ്റിയതായി നോക്കുന്നത്. ആ സമയത്താണ് പാമ്പ് കാണുന്നത്. ഇതേ തുടർന്ന് ഇദ്ദേഹം കാല് വലിച്ചൂരി. അതിനുശേഷം ആശുപത്രിയിൽ ഭയങ്കര പേടിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റൽ അധികൃതരാണ് പറഞ്ഞത് ഈ പാമ്പ് കടിച്ചാലും അങ്ങനെ പെട്ടെന്ന് അറിയില്ല എന്ന്. അങ്ങനെ കാലിൽ ചെറിയ അടയാളം കാണുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇപ്പോൾ എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹത്തിന് ഡിസ്ചാർജ് ആവാം. വലിയ അപകടങ്ങളില്ല. പരിശോധനകളെല്ലാം പൂർത്തിയായി. അദ്ദേഹത്തിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പരിശോധനകൾ നടത്തിയ എല്ലാ ടെസ്റ്റും പൂർത്തിയായപ്പോഴും അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ്. മറ്റൊരു കാര്യമുള്ളത് പേരാമ്പ്രയിലാണ്. പേരാമ്പ്രയിൽ കണ്ണിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചിത്രാഞ്ജലി വീട്ടിൽ അഞ്ജലി എന്ന് പറയുന്ന 36-കാരിക്കാണ് പാമ്പ് കടിയേറ്റത്. ഇത് പാമ്പ് കടിച്ചതുപോലെ ഒരു ശരീരത്തിൽ പാട് കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ ടോയ്ലറ്റിൽ പാമ്പിനെ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അത് ശംഖുവര എന്ന് പറയുന്ന പാമ്പായിരുന്നു. ഈ പാമ്പ് കടിച്ചു എന്ന് ഉറപ്പായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അവരെ ആദ്യം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 2 പേരും ഇപ്പോൾ പേരാമ്പ്രയിൽ നിന്ന് കടിയേറ്റ അഞ്ജലിയും ഇപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇത് വലിയ, അതായത് ഇപ്പോൾ ഈ ഒരു നേരം പുലർന്ന് ഇത്ര സമയമാവുന്നതിനിടയിൽ തന്നെ 2 പേർക്ക് കടിയേറ്റു. മറ്റൊരു കാര്യം കൂടി, കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ 5 പാമ്പുകളെ കണ്ടെത്തി. അതും വിഷമുള്ള പാമ്പുകളാണ് കണ്ടെത്തിയത്. വെള്ളിക്കട്ടൻ ഇനത്തിൽപ്പെട്ട 5 പാമ്പുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പാമ്പ് കടിയേറ്റിട്ടില്ല. അതേസമയം വലിയ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് ഇതിൽ. തീർച്ചയായിട്ടും ആ വാർത്തകളടക്കം വലിയ ഭീതിപ്പെടുത്തുന്നതാണ്. ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കോഴിക്കോട് നിന്ന് 2 പേർക്ക് പാമ്പ് കടിയേറ്റ് എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അനീസ് അലിയാണ്